വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു അറേബ്യൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് അതുപോലത്തെ മറ്റ് ഫെസ്റ്റിവൽസിനൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഡെസേർട്ട് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ റെസിപ്പി 2 ഡിഫറെൻറ്റ് രീതിയിൽ കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ പാലാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പാൽ എടുക്കുന്നുണ്ട്. ഇത് നേരിയ ചൂടിലുള്ള പാലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ ഈ ഈസ്റ്റ് ഒരു 10 മിനിറ്റ് ആക്റ്റീവ് ആവാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത നോർമൽ ആയിട്ടുള്ള റവയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈസ്റ്റ് യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഈസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഈ ആഡ് ചെയ്തിട്ടുള്ളത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഈസ്റ്റ് ഇതാ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈസ്റ്റ് ആഡ് ചെയ്യാത്തവർക്ക് നോർമലായിട്ടുള്ള പാൽ ആഡ് ചെയ്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1.5 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ ബാറ്റർ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് ഒരു 20 പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള മെഷർമെൻ്റ് ആണ്. അത് പിന്നെയും ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ പാൻ കേക്കിൻ്റെ സൈസിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു 25 വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുത്തൊന്ന് തണുപ്പിച്ച് വെക്കണം. അതിനുവേണ്ടിയാണ് നേരത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് അറേബ്യൻ ഡെസേർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഒരു ടിപ്പുണ്ടെന്ന്. ആ ടിപ്പ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. നമ്മളിതിലേക്ക് ഓറഞ്ച് ബ്ലോസം വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ അറേബ്യൻ ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അത് 2 ടീസ്പൂണാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ സ്ലൈസ് ലെമൺ കട്ട് ചെയ്തിട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റിൻ്റെ പേര്, നമ്മുടെ ഡെസേർട്ടിൻ്റെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഖതായിഫ് എന്നാണ് ഈ ഡെസേർട്ടിൻ്റെ പേര്. ചില നാട്ടിൽ ഇത് അതായിഫ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതായിഫ് ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്ത ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഇതവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 to 4 മിനിറ്റ്സ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ അളവ് ഇവിടെ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് ഒരു 30 to 40 സെക്കൻഡ്സ് മാത്രമാണ് ഡിപ്പ് ചെയ്ത് വെക്കുള്ളൂ. ഷുഗർ സിറപ്പ് വലിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ ഖതായിഫ് ഇതിലേക്ക് മുക്കി വെക്കില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാണ്. 2 രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഫില്ലിങ് തയ്യാറാക്കണം. ആദ്യം നമ്മൾ തേങ്ങ യൂസ് ചെയ്തിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെയ്യിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇതൊരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്.
ഈ ഒരു ഏലക്ക ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് അധികം ബ്രൗൺ കളർ ആക്കുന്നത് വരെ വറുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫില്ലിംഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഫില്ലിങ്ങിലേക്ക് പോകാം. ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കണം. 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിക്കാക്കി എടുക്കണം. കുറച്ച് തിക്കായി തുടങ്ങുന്നുണ്ട്. ഈ ടൈമിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ സ്റ്റിക്കായി പോകും. ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് ഇനി മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഡേറ്റ്സ് കട്ട് ചെയ്തതാണ്. ഡേറ്റ്സ് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ തുറന്ന് നോക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പാന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. ഒരു വലിയ സ്പൂണ് ബാറ്റർ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ടച്ച് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഹോൾസ് വരുന്നത് കാണാം. ഹോൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കണം, എന്നാലാണ് ഇത് അടിയിൽ കരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കുക്കായിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ കംപ്ലീറ്റ് ഹോൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ചുട്ടെടുത്ത ഉടനെ തന്നെ ഒരു ടവലിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുത്ത് ടവലിലേക്ക് ഇട്ട് വെക്കാം. ഇവിടെ ഒരു ബാച്ച് പാൻ കേക്ക്സ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനെടുക്കാം. നമുക്ക് ഇത് ഫിൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ആദ്യം കോക്കനട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഇത് ഫില്ല് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ മാവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്താൽ സ്റ്റിക്ക് ആവണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഡ്രൈ ആക്കരുത്, നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കതായിഫ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ സെക്കൻഡ് ഫില്ലിംഗ് കസ്റ്റർഡ് ഫില്ലിംഗ് കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതും ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. നല്ലപോലെ ഓയിൽ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഇപ്പോൾ തണുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കോരി ഫ്രൈ ചെയ്തെടുക്കുന്ന ബാച്ച് വൈസ് ആയിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഒരു 20 സെക്കൻഡ്സ് ഓരോ സൈഡ് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റാണ്. നമ്മളിത് സോക്ക് ചെയ്ത് ഷുഗർ സിറപ്പ് വലിച്ചെടുക്കുന്ന രീതിയിൽ ഇതിലേക്ക് ഇടുന്നില്ല. ഒരു 30 to 40 സെക്കൻഡ്സ് മാത്രം നമ്മൾ ഖതായിഫ് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള അറേബ്യൻ ഡെസേർട്ട് ഖതായിഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 2 ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫില്ലിംഗ് ആണ് നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറെയും ഫില്ലിങ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കാം. അതുപോലെ ഈ വീഡിയോ ഈ റെസിപ്പിയുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്.
So see you in next video. Till then, take care and bye bye.